എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബ്രെഡ് വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ച് ആണ്. ഇഫ്താറിനൊക്കെ ആണെങ്കിലും ഒരുപാട് സമയം കളയാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ആദ്യം തന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ചിക്കനാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 250 ഗ്രാം ചിക്കൻ ബ്രസ്റ്റ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകിയതിൻ്റെ വെള്ളമൊക്കെ തോർന്നിരിക്കുകയാണ്. ഇത് കണ്ടില്ല, ഇതുപോലെ തീരെ ചെറിയതായിട്ടാണ് കേട്ടോ ഈ ഒരു ചിക്കൻ ബ്രസ്റ്റ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഈ ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ഒരു ഓയിൽ ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു ചിക്കൻ കഷ്ണങ്ങളെല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു ചിക്കനിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും തന്നെ ചിക്കനകത്ത് നിന്ന് ഇതുപോലെ നന്നായിട്ട് വെള്ളം ഇറങ്ങാൻ തുടങ്ങും. ഈ ഒരു ചിക്കൻ നമ്മൾ തീരെ ചെറിയതായിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ചിക്കൻ ബ്രസ്റ്റും കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിതങ്ങ് വെന്ത് കിട്ടും. ഈ ഒരു ചിക്കനിൽ നിന്ന് ഇറങ്ങിയ ഒരു വെള്ളത്തിൽ കിടന്നതിന് നന്നായിട്ട് ആ ഒരു ചിക്കൻ നമുക്ക് വെന്ത് കിട്ടും കേട്ടോ. എക്സ്ട്രാ നമ്മൾ ഇതിലേക്ക് വെള്ളം ഒന്നും തന്നെ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ചിക്കൻ ഒന്ന് വെന്ത് വരുന്നിടം വരെ നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ആ ഒരു വെള്ളമൊക്കെ ഇതുപോലെ ഒന്ന് വറ്റാൻ തുടങ്ങും. അപ്പോൾ നമുക്കിതിലേക്ക് വീണ്ടും ഒരു ടേബിൾ സ്പൂണോളം ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു ചിക്കൻ നമുക്ക് ചെറിയതായിട്ടൊന്ന് മൊരിയിച്ചിട്ടെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒരു വെള്ളമൊക്കെ വറ്റി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഒരു ചിക്കൻ നന്നായിട്ടൊന്ന് മൊരിയിച്ചിട്ടെടുക്കാം. അപ്പോൾ ചിക്കൻ ഇവിടെ നന്നായിട്ട് തന്നെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഒരു തവി വെച്ചിട്ട് നമ്മൾ ചിക്കൻ ഒരു പീസ് എടുത്തിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല പോലെ തന്നെ ഇളക്കി കൊടുത്തിട്ട് ചിക്കൻ നന്നായിട്ട് വെന്തും കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിന് ചിക്കൻ ഒന്ന് മൊരിഞ്ഞും കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ഒരു ചിക്കൻ അങ്ങ് മൊരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഇതുപോലെ അത്യാവശ്യം നമ്മളൊന്ന് മൊരിച്ചിട്ടെടുത്താൽ മതി. ഇനി ഈ ഒരു ചിക്കനിലേക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു സവാളയുടെ പകുതി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്താണ്. അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 3/4 ടേബിൾ സ്പൂണ് വിനാഗിരിയും 1 ടേബിൾ സ്പൂണ് സോയാ സോസും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു 1/4 ടീസ്പൂണ് വെളുത്തുള്ളി പൊടിയാണ്. ഈ ഒരു വെളുത്തുള്ളി പൊടിക്ക് പകരം 1-2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ട് തീരെ പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി. 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം പൊടിച്ചെടുത്താണിത്. അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകം അല്ല കേട്ടോ, ചെറിയ ജീരകം പൊടിച്ചത് വേണം നമ്മൾ ഇതുപോലെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഒരു എരിവിനനുസരിച്ച് ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഏകദേശം ഒരു 3/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ പിസയ്ക്കകത്തൊക്കെ ഇടുന്ന ഒരു ഒറിഗാനോ ഇല്ലേ, അതൊരു 1/4 ടീസ്പൂൺ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് നമ്മുടെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. നല്ല പോലെ തന്നെ ഇതുപോലെ ഇളക്കിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ഗ്രീൻ ക്യാപ്സിക്കം ഒരു 1/2 കപ്പ് ഇതുപോലെ കട്ട് ചെയ്തെടുത്താണ് നീളത്തിൽ. അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാ ഒരു റെഡ് കളറിലുള്ള ക്യാപ്സിക്കം തന്നെയാണ്. അതും ഒരു 1/2 കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഈ ഒരു റെഡ് കളർ ഇല്ലെങ്കിൽ നമ്മൾ 1 കപ്പോളം ഗ്രീൻ ക്യാപ്സിക്കം തന്നെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ക്യാപ്സിക്കം കൂടെ ചേർത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് 2-3 മിനിറ്റോളം നമ്മൾ നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കണം. ക്യാപ്സിക്കം ചെറിയതായിട്ട് നമുക്കൊന്ന് വാടി കിട്ടണം, ഒരുപാടങ്ങ് വെന്തു പോകണ്ട. ഇനി ഇതിലേക്ക് ഒരു 2-2.5 ടേബിൾ സ്പൂണോളം നമുക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് 1 മിനിറ്റോളം ഇതുപോലെ ഇളക്കി കൊടുക്കുക. നമ്മൾ ആദ്യമേ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നു. അതുപോലെ തന്നെ സോയാ സോസ് ചേർത്ത് കൊടുത്തിരുന്നു. സോയാ സോസിൽ ഉപ്പുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ഉപ്പ് നോക്കിയിട്ട് വീണ്ടും നമുക്കിതിലേക്ക് വേണമെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ വീണ്ടും ഒന്ന് ഇളക്കിയിട്ടെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലെ മാറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ബ്രെഡാണ്. ബ്രെഡ് നമ്മൾ എടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് തന്നെ നോക്കിയിട്ട് എടുക്കാം കേട്ടോ. എങ്കിലേ നമ്മളിത് കഴിക്കുന്ന ഒരു സമയത്ത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഈ ഓരോ ബ്രെഡിലേക്ക് നമുക്ക് ആദ്യം തന്നെ ഒരു 1-1.5 ടീസ്പൂണോളം മയോണൈസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു എഗ്ഗ് വെച്ചിട്ടുള്ള മയോണൈസ് ആണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എഗ്ഗ്ലെസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. മയോണൈസ് ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കാം. നല്ല പോലെ തന്നെ ഇതുപോലെ ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഫില്ലിങ്ങിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കേണ്ടത് ഇതുപോലെ ഒരു സ്ലൈസ് ആയിട്ടുള്ള ഒരു ചീസാണ്. അപ്പോൾ ഇത് ഓരോന്നും നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ. ഓരോ പീസ് ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മൊസറല്ല ചീസും കൂടെ ഒന്ന് വെതറി കൊടുക്കുകയാണ്.
ഇതുപോലെ കുറച്ച് ചില്ലി ഫ്ലേക്സും കുറച്ച് ഒറിഗാനോയും കൂടെ വെതറി കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കുന്ന സമയത്ത്. ഇത് നമുക്ക് ഓവനിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പാനിൽ വെച്ചിട്ടാണെങ്കിലും നമുക്കിത് കുക്ക് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ഇതുപോലെ ഓവൻ്റെ ഒരു ട്രെയിലാണെങ്കിൽ ഇതുപോലെ ഒരു ബട്ടർ പേപ്പറും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. എന്നിട്ട് നമ്മൾ 170 ഡിഗ്രി സെൽഷ്യസിൽ ആ ഒരു ചീസൊക്കെ മെൽറ്റ് ആവുന്ന വരെ ഒന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മതി. അതുപോലെ നമ്മളിത് പാനിൽ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ ഒരു പാൻ എടുത്തിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെച്ച് കൊടുത്തേക്കുക. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് ഇതുപോലെ മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ടൊന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഒരു 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ബ്രെഡ് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഈ ഒരു മൂടി വെച്ച് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. നമ്മളിതുപോലെ പാനിൽ വെച്ചിട്ട് ഒരു ചീസൊക്കെ മെൽറ്റ് ചെയ്യുന്ന ഒരു സമയത്ത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ. നമ്മൾ തീ നല്ല പോലെ തന്നെ കുറച്ച് വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ബ്രെഡിൻ്റെ ആ ഒരു അടിഭാഗമൊക്കെ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. തീ ഇതുപോലെ കുറച്ച് വെച്ച് കൊടുത്തിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഒരു ചീസൊക്കെ മെൽറ്റായി വരുമ്പോഴത്തേക്കും നമുക്കിതങ്ങ് എടുക്കാവുന്നതാണ്. 1 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ ഒന്ന് തുറന്നിട്ട് 1 ടീസ്പൂണോളം വെള്ളം ഈ ഒരു സൈഡിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇതിലേക്കങ്ങ് ആവി കയറും. അപ്പോഴത്തേക്കും ഒരു ചീസ് മെൽറ്റാവും പെട്ടെന്ന് അത് സഹായിക്കും കേട്ടോ. അപ്പോൾ ഇതുണ്ടല്ലോ ഒരു ചീസൊക്കെ നല്ലപോലെ തന്നെ മെൽറ്റാക്കി ഇട്ടിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റിയേക്കാം. ആ ഒരു ഓവനിൽ വെച്ചതും നന്നായിട്ട് തന്നെ നമുക്ക് മെൽറ്റാക്കി ഇട്ടിട്ടുണ്ട്. നമ്മളിതിലേക്ക് ചെയ്ത ഒരു ഫില്ലിങ്ങിൻ്റെ അളവിൽ നമുക്കൊരു 6 സാൻഡ്വിച്ചോളം ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നിങ്ങളൊന്ന് കട്ട് ചെയ്തും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ കണ്ടില്ല, ഉള്ളിലെ ഒരു ചീസൊക്കെ ആണെങ്കിലും മെൽറ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രെഡ് സാൻഡ്വിച്ച് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഒരുപാട് സമയമൊന്നും ആകാതെ തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുകയും ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലൊക്കെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.